ഹായ് ഫ്രണ്ട്സ്, ഇതുപോലെ കറുത്ത പഴം നിങ്ങളുടെ വീട്ടിലാരും കഴിക്കാറില്ലെങ്കിൽ നിങ്ങൾക്ക് കളയാൻ വരട്ടെ. ഞാനൊരു അടിപൊളി റെസിപ്പി പറഞ്ഞുതരാം. ഇത് കിടിലനായിട്ടുള്ള, നമുക്കിത് കിണ്ണത്തപ്പെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. കിണ്ണത്തപ്പം പോലെ തന്നെ ഇരിക്കുന്നത്. ഇത് ഗോതമ്പ് പൊടിയും പൈ കറുത്ത പഴം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കും. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, അതിനായിട്ട് ഒരു പാൻ വെക്കണം. അതിലോട്ട് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. അതും ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാവുന്നുള്ളൂ. എൻ്റെ കയ്യിൽ കാഷ്യൂനട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അതുമാത്രം ചെയ്തു. നിങ്ങൾ കിസ്മിസോ അതുപോലെ തന്നെ ആൽമണ്ടോ അങ്ങനെ ഉണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാം. ഹെൽത്തി ആവത്തേ ഉള്ളൂ. എൻ്റെ കയ്യിലിപ്പോൾ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇത് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ മോനൊന്നും ഇതുപോലെ തൊലി കറുത്തിട്ടുണ്ടെങ്കിൽ പഴം കഴിക്കില്ല കേട്ടോ. അത് കേടൊന്നും ആയിട്ടുണ്ടാവില്ല, പക്ഷെ തൊലി കറുത്ത് കണ്ടിട്ട് അത് കഴിക്കത്തേ ഇല്ല. വീട്ടിലാരും കഴിക്കാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഒരു റെസിപ്പി കണ്ടപ്പോൾ ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയത്. സക്സസ് ആയതുകൊണ്ടാട്ടോ നിങ്ങളെയും കൂടെ കാണിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ. അവരെന്തായാലും ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. അതിലോട്ട് ഞാനൊരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തേക്കുന്നത്. തേങ്ങ ചെരുകിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അധികം കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് എടുത്താൽ മതി. അതിലോട്ട് നമുക്ക് ഞാൻ 2 ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത്. നമുക്ക് ഇതിൽ നമ്മൾ ഓൾറെഡി ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര കുറച്ചിട്ടാൽ മതി. അതല്ല നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാവുന്നുള്ളൂ. ഞാൻ 2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്കിപ്പോൾ നോർമൽ ഒരു നല്ലൊരു മധുരമുണ്ട്. നല്ല മധുരം ആവശ്യമുള്ളവർക്ക് മാത്രം എക്സ്ട്രാ ചേർത്താൽ മതി. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂണ് ഏലക്കായയുടെ പൊടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നല്ലോണം ഫ്രൈ ആവണ്ട കേട്ടോ. ജസ്റ്റ് വറുത്തെടുക്കുകയേ വേണ്ടൂ. പിന്നെ ഞാൻ 2 പഴമായിട്ട് എടുത്തേക്കുന്നത്. പഴം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് ഓൾറെഡി അരിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതാണ് കേട്ടോ അതിൻ്റെ കളർ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഈ പഴം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഒന്നിങ്ങനെ ഉടച്ചെടുക്കുകയാണെങ്കിൽ ഒത്തിരി കൂടെ നന്നായിട്ട് വരും. അപ്പോൾ നമ്മൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് അതിലോട്ട് ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം നല്ലോണം ഇങ്ങനെ ഞാൻ കയ്യിലോണ്ട് ചെയ്യുന്ന പോലെ നമ്മൾ കയ്യിലോണ്ട് തന്നെ അതൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കത് കുറച്ച് ഉടച്ചാൽ മതി. അപ്പോൾ കുറച്ച് നമുക്ക് കടിക്കാനും കിട്ടും. അപ്പോൾ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ അങ്ങനെ ഞാനിത് നല്ലോണം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ കമൻസൊക്കെ എങ്ങനെയാണെന്നുള്ള വാല്യുബിൾ കമൻസും കൂടെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇത് സ്മാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു രീതിയിലാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അത് ഞാൻ എടുത്ത് മാറ്റി നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 1.5 കപ്പ് ഗോതമ്പ് പൊടി ആട്ടോ എടുത്തേക്കുന്നത്. 1.5 കപ്പ് ഗോതമ്പ് പൊടി ഞാനൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ട ശർക്കരയാണ്. ഞാൻ 4 അച്ച്, നമ്മുടെ ഇങ്ങനെ അച്ചുള്ള ശർക്കര ഉണ്ടല്ലോ, ആ 4 അച്ച് 1.5 ഗ്ലാസ് വെള്ളത്തിൽ നമ്മളത് മെൽറ്റ് ചെയ്തിട്ട് ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നോർമൽ ഞാൻ പറഞ്ഞല്ലോ മധുരമുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കുന്ന ശർക്കരയൊക്കെ അളവൊക്കെ കൂട്ടിയെടുക്കാവുന്നേ ഉള്ളൂ. ഇത് നോർമൽ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നല്ലോണം ഇത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കല്ലും പൊടിയൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ അത് അരിച്ചിട്ടാട്ടോ ഒഴിക്കേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ അതിൽ നമുക്ക് കല്ലൊക്കെ കടിക്കും. ഇപ്പോൾ ഞാനിതാണ്ടോ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാട്ടോ ഇത് വന്നിട്ടുണ്ടായിരുന്നത്, ആ ഒരു ശർക്കരയുടെ പാൻ വെച്ച്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിലോട്ട് നമ്മൾ ചൂടാറിയേക്കുന്ന നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു മിക്സും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലോട്ട് നമുക്ക് ഒരു മധുരം ഒന്ന് ബാലൻസ് ആകാൻ ഒരു പിഞ്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചും നെയ്യും കൂടെ ഞാനിത് ഈ ടൈമിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് ഓപ്ഷണലാണ്. നമ്മൾ ആദ്യം ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ നിങ്ങൾക്ക് ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ചേർക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ നമുക്ക് ചെറിയ ജീരകം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. കണ്ടോ, ഈ നെയ്യൊക്കെ ഇടുമ്പോൾ നമുക്കൊന്നും കൂടെ ഈ ലാസ്റ്റ് സ്റ്റെപ്പിലും കൂടെ ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. കണ്ടോ, ഇത്തിരി കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു കള്ളപ്പൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ വരുമ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കണ്ടോ ഈ ഒരു പരുവത്തിലാട്ടോ എടുത്തേക്കുന്നത്.
അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോഴാണ് നമ്മളത് ആവിയിലൊക്കെ വേവിക്കുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. ഞാനൊരു ചെറിയൊരു ചോറ്റും പാത്രമായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ വേറെ പാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോറ്റും പാത്രത്തിൽ വാഴയില വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ബട്ടർ പേപ്പറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വാഴയില വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവിയിൽ അത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ചധികം ഉള്ളതുകൊണ്ട് 2-3 പാത്രങ്ങളിലാക്കിയിട്ടാട്ടോ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഓവർ ഷേപ്പിലും എടുത്തിട്ടുണ്ടായിരുന്നു, റൗണ്ട് ഷേപ്പിലും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇഡ്ഡലി ചെമ്പ് നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി ചൂടായി വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഇറക്കി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ എനിക്കൊരു 25 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ. അത് ഓരോരുത്തരെ ഫ്ലെയിം അനുസരിച്ച് മാറ്റം വരാം. ചിലപ്പോൾ എനിക്ക് 25 മിനിറ്റ് വേണ്ടി വന്നു. 25 മിനിറ്റ് ആയപ്പോഴാണ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് 25 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് പ്ലേറ്റിലോട്ട് കമത്തിയിട്ട് നമുക്കത് ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നിട്ട് നല്ല വെന്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാട്ടോ. അതിപ്പോൾ ഹെൽത്തിയും കൂടെയാണ്. അപ്പോൾ ഈ വെക്കേഷനിലൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സ്നാക്കാണ്. അത് ഹെൽത്തിയും കൂടെയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഈ ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും കേട്ടോ. പഴമാണ്, നമുക്ക് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ നല്ല ഹെൽത്തിയും കൂടെയാണ്. ഇപ്പോൾ ഞാൻ മുറിച്ചപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റൗണ്ടായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്